നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ SFI പ്രവർത്തകർ ബ്ലേഡ് കരുതിയെന്ന ആരോപണം ശരിവെച്ച പോലീസ്. മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് തങ്ങളല്ലെന്നും പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച തിരക്കഥയാണെന്നുമുള്ള SFIയുടെ CPM നേതാക്കളുടെയും വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് പോലീസ് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെ തിരിച്ചറിഞ്ഞതായും ഇയാൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും കേസെടുത്തതായും പോലീസ് സ്ഥിരീകരിച്ചു. ബാരിക്കേഡുകൾ കെട്ടാൻ ഉപയോഗിച്ച വടം മുറിച്ച് അകത്തു കടക്കാനായാണ് ബ്ലേഡ് കൊണ്ടുവന്നതെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവരുൾപ്പെടെ 10 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ലഹളയുണ്ടാക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വനിതാ SFI നേതാവിനെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച പോലീസിന് നേരെ ഈ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ മാധ്യമങ്ങളോട് ആക്രോശിച്ച് സംസാരിക്കുന്ന SFI നേതാക്കളെ കാണാമായിരുന്നു. ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസിനെ ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളുടെ കയ്യിൽ നിന്നെ കിട്ടുമെന്നൊക്കെയുള്ള ആരോപണങ്ങൾ, ഭീഷണികൾ മുഴക്കുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ബ്ലേഡും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ചെന്നും FIRൽ പറയുന്നു. കന്റോൺമെന്റ് SHO ശ്രീകുമാർ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് സമരത്തിനിടെ പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. സമരസ്ഥലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ കേസിന് പുതിയ മാനമാണ് കൈവന്നിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ബ്ലേഡ് കണ്ടെത്തിയപ്പോൾ പോലീസ് തന്നെ ഇത് കൊണ്ടുവന്നതാണെന്നായിരുന്നു SFI നേതൃത്വത്തിന്റെ ആരോപണം. സമരക്കാർക്ക് നേരെ പോലീസ് മനഃപൂർവ്വം ആക്രമണം അഴിച്ചുവിട്ടെന്നും വിദ്യാർത്ഥികളുടെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ചെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആരോപിച്ചിരുന്നു. സമരത്തെ അടിച്ചമർത്താൻ ആഭ്യന്തര വകുപ്പ് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ദൃശ്യങ്ങളിലുടനീളം തെളിവുകളിലൂടെയും SFIയുടെ വാദങ്ങൾ പൊളിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സമരക്കാർ ബ്ലേഡ് കരുതിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് SFI DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും SFI ആവശ്യപ്പെടുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് പോലീസ് ആക്രമിച്ചെന്നാരോപിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് SFIയുടെ നീക്കം. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പോലീസ് നടപടിയും ജലപീരങ്കി പ്രയോഗവും നിയമസഭയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. പോലീസിനെതിരെ SFIയും ഈ SFIക്കെതിരെ പോലീസും ഒരേ സമയം രംഗത്തു വന്നത് സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. തെളിവുകൾ വ്യക്തമായ സാഹചര്യത്തിൽ SFI നേതാക്കളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്.